നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലുള്ള 40-45% രോഗങ്ങളും പ്ലാസിബോ ഇഫക്റ്റിൽ മാറുന്നവയാണ്. ആശുപത്രി പോയി രോഗം മാറി എന്ന് പറയുന്നുണ്ടല്ലോ, അതിലെ 40-45% പ്ലാസിബോ ഇഫക്റ്റ് കൊണ്ട് മാറുന്നതാണ് എന്ന് ആരോഗ്യ ചിന്തകർ, ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ എഴുതി വച്ചിട്ടുള്ള രഹസ്യമാണ്. മനുഷ്യരുടെ വിശ്വാസം. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് തായ്ലാൻഡിലൊരു ക്യാമ്പും കഴിഞ്ഞ് സിംഗപ്പൂരിലെ ക്ലാസ്സും കഴിഞ്ഞ് വരുന്ന വഴിക്ക് എൻ്റെ ഫ്ലൈറ്റിൽ അടുത്തിരുന്ന മനുഷ്യൻ ഞാൻ വായിക്കുന്ന പുസ്തകം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഏറ് കണ്ടിട്ട് നോക്കുക. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഇയാളെന്നോട് ചോദിച്ചു, ഇത് ഏതാ പുസ്തകം? ഞാൻ പറഞ്ഞത് പ്രകൃതി ഹിൽസ പുസ്തകമാണ്. ഓ, ഇങ്ങനെയുള്ള പുസ്തകം പ്രകൃതി ഹിൽസയ്ക്ക് ഉണ്ടോ? ഉണ്ട്. 15,000 രൂപ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പ്രകൃതി ചികിത്സയിലെ ഏറ്റവും വലിയ റിസർച്ച് വർക്കാണ് ഞാൻ അത് കാണിച്ചു തരാം. പ്രകൃതി ചികിത്സയെ ഏറ്റവും ആധുനികമായി സമീപിക്കുന്ന, അതിശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ഈ ഗ്രന്ഥം, ടെക്സ്റ്റ് ബുക്ക് ഓഫ് നേച്ചുറൽ മെഡിസിൻ. പ്രകൃതി ചികിത്സ നമ്മളുടെ മണ്ണ് കുഴച്ച് വെച്ച് ആളെ കുഴിച്ചിട്ടെന്നൊക്കെ പറയുന്ന ഒരു കാലത്തേക്കാളും ഏറെയേറെ മുന്നോട്ട് വന്ന് ഇംഗ്ലീഷ് മരുന്നിന്റെ ഭീകരതകൾ കണ്ടു മടുത്ത ഭയചകിതരായ അലോപ്പതി ഡോക്ടർമാർ തന്നെ പ്രകൃതി ചികിത്സയിലെ സത്യം മനസ്സിലാക്കി റിസർച്ച് നടത്തി പ്രകൃതി ചികിത്സയെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഡോക്ടർ ഐസക് ജെന്നിങ്സും MD ഡോക്ടേഴ്സാണ്, ഡോക്ടർ ത്രാളും ഡോക്ടർ ഹെൻറി ലിണ്ടനും. അതിനെല്ലാം ശേഷം ഡോക്ടർ ജോസഫ് പിസാർനോയും മൈക്കൽ മൂരിയാനിയും കൂടി വളരെ വ്യത്യസ്തമായ ഒരു പഠനം, ആധികാരികമായ ഒരു പഠനം തന്നെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, കിട്ടിയതേ ഉള്ളൂ. അപ്പോ ഡോക്ടർ ചോദിച്ചു എവിടെ പോയിരുന്നതാണ്, അല്ല എൻ്റെ അടുത്തിരുന്ന ആൾ ചോദിച്ചു എവിടെ പോയിരുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്യാമ്പുകൾ നടത്താൻ പോയിരുന്നതാണ് തായ്ലാൻഡിലും സിംഗപ്പൂരിലും. അത് ആളുടെ രോഗമൊക്കെ മാറുന്നുണ്ടോ? രോഗമൊക്കെ മാറുന്നുണ്ട്, പ്രമേഹം മാറുന്നുണ്ട്, പ്രഷർ മാറുന്നുണ്ട്, ഹൃദ്രോഗം മാറുന്നുണ്ട്. അപ്പോ കക്ഷി അതൊക്കെ ഈ ആശുപത്രിയിൽ വരുന്ന 40-45% ആളുകളുടെ രോഗവും ഒന്നും ചെയ്യാതെ തന്നെ മാറുന്നവയാണ്. അപ്പോ എനിക്ക് മനസ്സിലായി ഇയാളൊരു ഡോക്ടറാണ്. ആശുപത്രികളിൽ വരുന്ന 40-45% രോഗികളുടെയും രോഗം മരുന്നൊന്നും ഇല്ലാതെ തന്നെ മാറുന്നതാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഇവിടെ എഴുതിയതിനെ പോലെ തന്നെ ഈ മനുഷ്യൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും ഉറപ്പായി ഇയാളൊരു ഡോക്ടർ തന്നെയാണ്. കാരണം ഇത് ഡോക്ടർമാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്, ആരും പുറത്തു പറയാത്തൊരു രഹസ്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഡോക്ടർ താങ്കൾ ഉദ്ദേശിക്കുന്ന പ്ലാസിബോ ഇഫക്റ്റ് ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഡോക്ടറാണോ? അത് ഡോക്ടറാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്, കോട്ടയത്തുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം ഞാൻ എവിടെയാണ് കേരളത്തിൽ, ഞാൻ പറഞ്ഞു ഇങ്ങനെ നവജീവൻ അദ്ദേഹം അറിയും, അദ്ദേഹത്തിലെ ചില ബന്ധുക്കൾ അവിടെ വന്ന് കിടന്ന് പ്രമേഹമൊക്കെ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒന്ന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നടന്നില്ല. ഇപ്രാവശ്യം വരുമ്പോൾ ഞാൻ തീർച്ചയായും വന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം വന്നില്ല. ഈ പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒന്ന് അത് തിരിച്ചറിയുമ്പോഴാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ ഡോക്ടർമാർ ചികിത്സ എന്നുള്ള പേരിൽ നടത്തിക്കൂട്ടുന്ന വിക്രിയകളെ കുറിച്ച് നമുക്ക് ഞെട്ടലോടെ മനസ്സിലാക്കാൻ സാധിക്കുക.